അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വളരെ പ്രകോപിതനാണ്. വായി വരുന്ന എല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രസംഗിച്ചോണെന്ന് അറിഞ്ഞൂടാ. ഈ CPI നേതാക്കന്മാരെ വയോജന വിദ്യാഭ്യാസ ക്ലാസ്സിൽ പറഞ്ഞേക്കണമെന്ന്. ഒരുത്തനും വിവരമില്ല, വല്ലതും പഠിച്ചിട്ട് വന്നിട്ട് തർക്കിക്കാൻ വരട്ടെ എന്നുള്ള അർത്ഥമാണ്. അല്ലെ, ഇതിനകത്ത് ഇദ്ദേഹം ആകെപ്പാടെ കിളി പോയി നിൽക്കുകയാണ് ഈ ജി സുധാകരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൈരളി TV-യുടെ റിപ്പോർട്ടറെ വർഗീയവാദി ഷാജഹാൻ. ഈ ഷാജഹാന് നമുക്കറിയാവുന്ന ആളാണ്. ഷാജഹാന് ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒരാളാണ്. വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ നല്ല. മാത്രമല്ല ഈ ജി സുധാകരന്റെ പെറ്റായിരുന്നു ഇദ്ദേഹം. ഈ ജി സുധാകരൻ ഈ ഷാജഹാന്റെ വീട്ടിൽ എപ്പോഴൊക്കെ എന്തൊക്കെ വിശേഷാവസരം ഉണ്ടോ അവിടെ എല്ലാം പോകുന്ന ആളാണ്. എന്നിട്ടാണ് അയാളെ നീ ഒരു വർഗീയവാദിയല്ലേ എന്ന് വിളിച്ചത്. ജി സുധാകരൻ ഒരുമാതിരി എന്താ പറയുന്നത്, RSSകാരൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. അല്ല, അത് ശരിയല്ല ഒരിക്കലും. പിന്നെ അതേസമയം CPM നേതാക്കന്മാർ ഇപ്പം വെല്ലുവിളിയാണ്. അതെ, അല്ല ഈ സുധാകരൻ ഇപ്പൊ ഈ വർഗീയവാദി വിളിച്ചതും വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി വിളിച്ചതും ഏതാണ്ട് ഒരുപോലെ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിച്ചതാണെന്ന് തോന്നുന്നു, കാണുകയും ചെയ്തു. അപ്പൊ എന്താണെങ്കിലും ശരി, ഈ ഇത്രയും നാള് ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് വേണ്ടി പാർട്ടിയുടെ ചാനൽ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ ഷാജഹാൻ എന്നുള്ളത് ഓർക്കണം. അത് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയ സാറേന്ന് ഇയാളെ വിളിക്കണമെന്ന്. അത് മറ്റേ മീറ്റിംഗ് തർക്കിക്കാൻ ചെന്ന ഒരാളുണ്ടല്ലോ, ഞങ്ങളെ കൂടെ സാറേന്ന് വിളിപ്പിച്ചില്ലേ എന്നാണ് ചോദിച്ചത്. അവര് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹമാണ് ചോദിച്ചത്. അതാണ്. അപ്പൊ അത് വന്നപ്പോ ഇത് കഴിഞ്ഞ ദിവസം ആരോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു. ആശാ ലോറൻസ് ആണെന്ന് ഞാൻ ഓർക്കുന്നു. ആശാ ലോറൻസ് പറയുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ നേതാക്കന്മാരും മന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവരെ സഖാവേ എന്ന് വിളിക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. പകരം അവരെ സാറേ എന്ന് വിളിക്കണം. അങ്ങനെ സാറേ എന്ന് ഇല്ലെങ്കിൽ വിളിപ്പിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന്. അല്ല, ഇത് പിന്നെ നമുക്ക് അടുത്ത കുടുംബ സുഹൃത്തായിരുന്ന ഒരാൾ, ഒരു വലിയ സർക്കാരിന് പദവി ഇരുന്ന ആൾ, അദ്ദേഹം ഇടതുപക്ഷ യൂണിയൻ്റെയും കൂടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവ് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ മന്ത്രിയെ. അപ്പം അദ്ദേഹം അവിടെ ചെന്ന് പഴയ ഓർമ്മയിൽ കയറി സഖാവേ എന്ന് വിളിച്ചു. അപ്പം മന്ത്രിയൊന്നും മിണ്ടിയില്ല. പക്ഷെ തിരിച്ചിങ്ങനെ എത്തുന്നതിന് മുമ്പേ APS വിളിച്ച് പറഞ്ഞു, സഖാവൊക്കെ പണ്ട് പാർട്ടിയിൽ, ഇനി ഇവിടെ വന്നാൽ നിങ്ങൾ അയാളെ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ സാറെന്ന് വിളിക്കണമെന്ന്. സഖാവ് വിളി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയനെ വിജയേട്ടന്നങ്ങാണ്ട് കോൺഗ്രസ് വിളിച്ച ശൈലജ ടീച്ചറിനെ ഓടിച്ചില്ലേ? അതെ, അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് സാറെന്ന് വിളിക്കണം. പക്ഷെ എന്താണെങ്കിലും ഈ ജി സുധാകരൻ സകല ഇതും വിട്ടുപോകാം. സുധാകരൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക, എല്ലാവരും സാറെന്നാണ് വിളിക്കണം. കാരണം ഇത് പാർട്ടി ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ വിദഗ്ധനാണ്. കാരണം വിവരം ഉണ്ടല്ലോ, വിവരമുള്ള കുറവാണല്ലോ, മര്യാദ ക്ലാസ് അറിയാവുന്നതാണ്. അപ്പോൾ ക്ലാസ് എടുക്കാൻ വരുന്ന ആൾ നമ്മൾ അറിയാതെ നമ്മൾ സാറെന്ന് വിളിക്കും, സ്വാഭാവികം. അങ്ങനെ സംഭവിച്ചതായിരിക്കും. സുധാകരൻ എല്ലാവരും ജി സുധാകരൻ ആലപ്പുഴ എല്ലാവരും സാറെന്നാണ് വിളിക്കുന്നത് ജില്ലാ കമ്മിറ്റിയിലൊക്കെ. അല്ല, ഈ കഴിഞ്ഞ ദിവസമായിട്ട് മൊത്തത്തിൽ ഇദ്ദേഹത്തിന് കിളി പോയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അതായത് DYFIയുടെ പൊതിച്ചോറ് നൽകുന്നതിനെതിരെ പറഞ്ഞു ആശുപത്രിയിൽ ഇത് ഭക്ഷണം കൊടുക്കണം, പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കൊടുക്കരുത്. അപ്പോൾ അതിന് DYFIക്കാർ തിരിച്ചടിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം തന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന പടമൊക്കെ വെച്ച് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു സംഭവം എടുത്ത് അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്, നാസറിനോട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് ഉത്തരവാദി താനായിരിക്കും കഴിഞ്ഞ ദിവസം. ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടി വരും പറഞ്ഞു. കൈകാര്യം ചെയ്യേണ്ടി വരും. മാത്രമല്ല, നാസറിനെ ഏതായാലും വർഗീയവാദി എന്ന് വിളിക്കാൻ ഞാൻ ഭാഗ്യം. നാസർ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൂ. അദ്ദേഹം ഹിന്ദുവാണ് അല്ലേ? അതുപോലെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, സലാമും സജി ചെറിയാനും നമ്പർ 1 ക്രിമിനൽസ് ആണ്. ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കലിപ്പറിയാം. ഇദ്ദേഹത്തിൻ്റെ കലിപ്പ് എന്താണെന്ന് വെച്ചാൽ, സജി ചെറിയ മന്ത്രിയായാലും ആ മന്ത്രിസ്ഥാനം സുധാകരൻ്റെ മന്ത്രിസ്ഥാനമാണ്. സുധാകരന് സീറ്റ് കൊടുക്കുക, സജി ചെറിയാനെ മന്ത്രിയാക്കിയതിൻ്റെ ഒരു കലിപ്പ് അദ്ദേഹത്തിന് അന്ന് മുതലേ ഉണ്ട്. പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ ഇവർക്കെല്ലാം ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടെന്നും ഇവന്മാർ അപകടകാരിയാണ്. സലാം ഇദ്ദേഹത്തിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നത്. കാരണം ആദ്യ തെരഞ്ഞെടുപ്പിൽ സലാമിന് വോട്ട് കുറഞ്ഞത് സുധാകരൻ കാരണമാണെന്നും പറഞ്ഞ് സുധാകരനെതിരെ അന്വേഷണ കമ്മീഷനെ വെച്ചു. എളമരം കരീമിൻ്റെ അന്വേഷണ കമ്മീഷൻ, അതൊക്കെയാണ് അദ്ദേഹത്തെ അന്ന് ചൊടിപ്പിച്ചത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആ സലാമെ ജയിച്ച 21,000 വോട്ടിന് ഞാൻ 1,50,000 വോട്ടിന് ജയിച്ചത്. ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അതെ, അപ്പോൾ സലാമിനെതിരെ ഇത്തവണ മാത്രമല്ല, അവിടെ തന്നെ പാർട്ടിക്കകത്ത് 2 വിഭാഗമാണ്. ആലപ്പുഴയിൽ പാർട്ടിയിൽ പണ്ടും പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. സഭാകൃഷ്ണ സ്മാരകം തീവച്ചാരം പിടിച്ചു തന്നപ്പം സ്വന്തം പാർട്ടിക്കാരെ, അതെ അതെ, എന്നിട്ട് കോൺഗ്രസ്സുകാരന്മാരെ RSSന്റെ തലവയ്ക്കാനാണ് ശ്രമം നടന്നത്. ഇതുപോലെ ആലപ്പുഴയിൽ എപ്പോഴും പ്രശ്നം തന്നെയാണ്. പക്ഷേ സുധാകരൻ അന്ന് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. പുതിയ എല്ലാവർക്കും റെസ്പെക്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട്. ഇപ്പോൾ നേരെ കൈകാര്യം ചെയ്യുമെന്നുള്ള
അത് ഈ നാസർ പൊതുവെ സൗമ്യനായ ഒരാളാണ്. അതെ. അദ്ദേഹം തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തളെന്ന് പറയുമ്പോൾ അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അല്ല, സുധാകരൻ അവിടെ ഏറ്റുമുട്ടലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുധാകരൻ പങ്കെടുത്ത യോഗത്തിൽ അടി നടക്കുന്ന കണ്ടില്ലയോ? അത് അടി നടന്നു, കുറേ പേര് അദ്ദേഹത്തെ വിളിച്ചത് ചോദ്യം ചെയ്യാൻ പോയി. അതുപോലെ അതിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ലേ കഴിഞ്ഞ ദിവസം? വീട്ടിലേക്ക് ഓഫീസർ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി. ഓ, അപ്പം സുധാകരൻ പറയുന്നില്ല കേരളത്തിലെ പോലീസിന് കൂട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാർച്ച് നടത്താൻ വന്നവന്മാർക്ക് സഹായിക്കുന്ന രീതിയിലാണ് പോലീസ് പെരുമാറിയെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു MLA കൈകാര്യം ചെയ്യുമെന്ന് പറയാനൊക്കെ താൻ ആരാണെന്നൊക്കെ ചോദിച്ചു. തനിക്ക് ഇത് നേരിടേണ്ടി വരും, എന്താ പ്രത്യാഘാതം ഉണ്ടാകും എന്നൊക്കെയാണ്. അതിനുള്ള ആരോഗ്യവും ശേഷിയൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് സുധാകരൻ. അതെ, നാസറിന് എന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള. എന്തായാലും അദ്ദേഹം, എനിക്കറിയാം, കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാത്ത കാലത്ത് തൊട്ട് ഇദ്ദേഹത്തിന് ഈ സീറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രം പാർട്ടി വിട്ട ഒരാളാണ് അദ്ദേഹം, സത്യം പറഞ്ഞത്. അതാണ് സത്യം. പിന്നെ പിണറായി വിജയനോട് മൊത്തം ആൾക്കാർക്കും കലിപ്പായതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം അവിടെ ജയിച്ചു കയറിയത്. മാത്രമല്ല, ഇദ്ദേഹം പിണറായി വിജയനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല. ഇല്ല, ഇപ്പോഴും അദ്ദേഹം പിണറായി വിജയനെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പിണറായി ഒഴിച്ച് ബാക്കി എല്ലാവരെയും അദ്ദേഹം പറയും. പിണറായി ഒന്നും പറയത്തില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കുന്നുണ്ടേ പറയും, ഞാൻ നിന്നപ്പോഴാണ് എൻ്റെ ഭരണം കൊണ്ടാണ്, പൊതുമരാമത്തിൻ്റെ ഭരണം കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടാമത് ഭരണം കിട്ടിയത്, പിണറായി വിജയൻ സമ്മതിച്ചു തരികയില്ല എന്നൊക്കെ പുള്ളി സംസാരിക്കും. പക്ഷേ എന്താണെങ്കിലും ശരി, നേർക്ക് നേരെ അദ്ദേഹം ഏറ്റുമുട്ടുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് ഇദ്ദേഹം അതിര് കടക്കുന്നു എന്നുള്ളത് ശരിയാണ്. അത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരിക്കലും അതൊരു MLA ആണ്, അദ്ദേഹം വളരെ മുതിർന്ന ആളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അത് അഭിപ്രായ ഭിന്നത ഉണ്ടായി, അദ്ദേഹം പാർട്ടി വിട്ടുപോയി, അദ്ദേഹം വേറെ സ്ഥാനത്ത് ജയിച്ച് MLA പോവുക. അല്ലാതെ ഇത്തരത്തിൽ അദ്ദേഹം തരക്കാരുമല്ലേ വരുന്നു. പിന്നെ നാസർ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ പിന്നീട് അദ്ദേഹത്തിന് എത്രയോ പിന്നീട് വന്ന തലമുറയിൽപ്പെട്ട നേതാക്കന്മാരാണ്. സുധാകരൻ വളരെ സീനിയറായ ഒരാളാണ്, പിണറായിക്കൊക്കെ സമകാലീനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇഗ്നോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കളയുക. അല്ലാതെ ഓരോന്നിനും തർക്കിക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ സമയം കാണുമല്ലോ. അതാണ്. എന്താണെങ്കിലും ശരി, ജി സുധാകരൻ ശരിക്കും പറയുന്നത്, ഞാൻ ഒറ്റയാനാണ്, ഞാൻ UDF കാരനൊന്നുമല്ല, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പിന്നെ ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതൊന്നും നമ്മൾ വകവെച്ചു കൊടുക്കുക. റീച്ചറിയാൻ്റെ പറഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ വിമർശിച്ചപ്പോൾ കമ്മ്യൂണിസം എല്ലാം കുഴപ്പമുണ്ടാക്കിയെന്ന് കമ്മ്യൂണിസത്തിനല്ല കുഴപ്പം, ഇവിടുത്തെ നേതാക്കൾക്കാണ്. കമ്മ്യൂണിസം ഇപ്പോഴും നല്ല തത്വശാസ്ത്രമാണ്, നല്ല പ്രത്യയശാസ്ത്രമാണ്. പക്ഷേ ഇവിടുത്തെ നേതാക്കളെ കൊണ്ട് അതിന് കൊള്ളുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചത്. എന്താണെങ്കിലും സുധാകരൻ വളരെ ക്രുദ്ധനാണ്. അദ്ദേഹത്തിനെ നമ്മൾ എപ്പോൾ കണ്ടാൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അദ്ദേഹം വളരെ ചൂടായിട്ട് സംസാരിക്കും. ഇപ്പം അദ്ദേഹത്തിനെതിരെ വളരെ വിധത്തിലുള്ള ആരോപണങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴിഞ്ഞ ദിവസം ആരോ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് കണ്ടു, ഇദ്ദേഹം എന്താ ഇക്കിളി സംസാരിച്ചെന്നോ ഒക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ പെണ്ണ് കേസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാർക്സ്വാദിയാണ്. അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ അത് നോക്കും. എന്താണെങ്കിലും ശരി, ജി സുധാകരൻ കോൺഗ്രസിന് ഒരു ബാധ്യതയായി മാറുന്ന ലക്ഷണമാണ് കാണുന്നത്.